സുഹൃത്തുക്കളെ, സയൻസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, കേരള സ്റ്റേറ്റിലെയും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലെയും സിസ്റ്റം ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രേരണ എന്തെന്നാൽ വാഹനങ്ങളുടെയും മനുഷ്യരുടെയും സേഫ്റ്റിയെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. ഇതിലൊന്നാമത്തെ കാര്യം അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബൈക്ക്. ഇവിടെ നിങ്ങളൊരു വാഹനം ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ പോലും ഇല്ലാതെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന വാഹനം. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. എല്ലാ വാഹനങ്ങളും പുതിയ വാഹനങ്ങൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ പോലും ഇല്ലാതെയാണ് അവർ വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കാൻ വേണ്ടി RTO അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ സിസ്റ്റം, കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള പഴയ സിസ്റ്റം, ഇത് കഴിഞ്ഞ് ഓണേഴ്സ് തന്നെ പോയിട്ട് RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പഴയ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറെങ്കിലും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്, ടെമ്പററി രജിസ്ട്രേഷൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിനകത്ത് നമ്പേഴ്സ് എഴുതാതെയാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇതൊരു ബൈക്ക് മാത്രം ഉദാഹരണം കാണിച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് തന്നെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വേറെയും കാണാം. കാറും ഒക്കെ സ്റ്റിക്കർ പോലും ഒട്ടിക്കാത്ത പുതിയ കാറുകൾ പോകുന്നത് കാണാൻ പറ്റും. അനേക വാഹനങ്ങൾ കണ്ടതിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കേരളയിൽ നിന്ന് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റോട് കൂടിയാണ് വാഹനം നമ്മുടെ കയ്യിലേക്ക് തന്നുവിടുന്നത്. ഇനി അടുത്തത്, നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇവിടെ വാഹനം ഓടിച്ചാൽ RTOയും പോലീസും അതൊരു സേഫ്റ്റി മാനദണ്ഡമാണെന്ന് കരുതി നിയമലംഘകർക്കെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം. അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നല്ലൊരു ഫോളോ അപ്പ് ഇല്ല എന്നുള്ളത് വ്യക്തം. കാരണം അതിന് മാത്രം വണ്ടികളാണ് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ ഓടിക്കുന്നത്. ഇക്കാര്യത്തിൽ കേരള RTOയ്ക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് കിട്ടും. ഇതിൻ്റെ ഗൗരവം നമ്മളിൽ പലർക്കും അറിയാം. എന്നാൽ പലവർക്കും അതിൻ്റെ ഗൗരവം അറിയാതെയോ അത് ഗൗനിക്കാതെയോ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു കാൽനടക്കാരനെയോ ഒരു സൈക്കിൾ യാത്രക്കാരനെയോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. കാരണം രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ ഒരു വാഹനം അപകടത്തിൽ പെട്ട് ആ വാഹനം കടന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ വാഹനത്തിൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് അതിനെ പിടിക്കാൻ പറ്റും? എങ്ങനെ ആ വാഹനത്തെ നമുക്ക് പിന്നീട് തിരിച്ചറിയാൻ സാധിക്കും? എങ്ങനെ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ പറ്റും? നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഇവിടെ അനേകം വണ്ടികൾ ഇപ്പോൾ കണ്ടതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലുണ്ടാവില്ല, സെൻറ്റർ മാത്രം കാണും. ഇപ്പോൾ ഈ കാണുന്ന സ്പ്ലെൻഡർ കണ്ടോ, ഇതിനകത്ത് രജിസ്ട്രേഷൻ്റെ സ്റ്റിക്കർ, ടെമ്പററി രജിസ്ട്രേഷൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമ്പറില്ല. വീഡിയോയിൽ അത് ക്ലിയർ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് നമ്പറില്ല. ഇപ്പോൾ ഈ കാണുന്ന വണ്ടി എനിക്ക് തോന്നുന്നു TVSൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. പുതിയ വണ്ടിയാണ്, നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. നമ്പർ പ്ലേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, നമ്പർ വേണം. പക്ഷേ നമ്പർ പ്ലേറ്റും ഇല്ല, ടെമ്പററി രജിസ്ട്രേഷൻ സ്റ്റിക്കറും ഇല്ല, അതുമ്പോൾ ടെമ്പററി നമ്പറില്ല, ഒന്നുമില്ല. ഈ കാണുന്ന ബൈക്ക് കണ്ടോ, ഇതിൻ്റെ ബാക്ക് നമ്പർ പ്ലേറ്റ് ഫുള്ളും തുരുമ്പെടുത്തിരിക്കുകയാണ്. നമ്പർ അടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റില്ല, കാരണം ഫുള്ളും തുരുമ്പെടുത്ത് പോയി. ഇതുപോലുള്ള വാഹനങ്ങൾ റോഡിൽ ഇറങ്ങി ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോകുന്ന പൾസർ നോക്കൂ, അതിനും ഇല്ല നമ്പറില്ല. പുതിയ പൾസറാണ്. അതിന് രജിസ്ട്രേഷൻ വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടെമ്പററി നമ്പർ പോലും ഇല്ലാതെയാണ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളൊക്കെ ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചത്. ഒരു കാൽനടക്കാരനെയോ ഒരു സൈക്കിൾ യാത്രക്കാരനെയോ ആരെ തന്നെ ആയിക്കോട്ടെ, ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലാതെ മറ്റു വാഹനങ്ങളുടെ മേത്ത് ഇവർ വന്ന് കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അപകടം പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ വണ്ടീനെ നമ്മൾ ട്രാക്ക് ചെയ്യും? ഈ ഓട്ടോ കണ്ടോ, ഈ ഓട്ടോയ്ക്ക് നമ്പറില്ല. ബാക്കിൽ നമ്പറില്ലാത്ത ഓട്ടോ നമ്മുടെ നാട്ടിൽ നടക്കുമോ ഈ പരിപാടിയൊക്കെ? അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ നല്ലതിനെ നല്ലത് എന്ന് തന്നെ പറയണമല്ലോ. കേരള RTO സൂപ്പർ. ഈ പോകുന്ന ഡിയോ കണ്ടോ, ആ ഡിയോയ്ക്ക് നമ്പറില്ല. ഇങ്ങനെ അനേകം നമ്മളൊരു അരമണിക്കൂർ ഈ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ അനേക കേസുകൾ.
ഈ ഇരിക്കുന്ന ബൈക്കിൻ്റെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. ഈ ജംഗ്ഷനിൽ ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന TVSൻ്റെ iQube ഇലക്ട്രിക് സ്കൂട്ടർ, ഇതിനകത്ത് ഫ്രണ്ട് നോക്കിക്കോളും. അതിനകത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ്, പുതിയ വണ്ടി നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ് വരുന്നത്. ഇനി അടുത്ത് ഈ ബുള്ളറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ബുള്ളറ്റിൻ്റെ നമ്പർ പ്ലേറ്റിൽ, ബ്ലാക്ക് പ്ലേറ്റിൽ വൈറ്റ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അറിവിൽ ഇത് മിലിറ്ററി വാഹനങ്ങൾക്കാണ് ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് നമ്പർ യൂസ് ചെയ്യുക. ഇതിനകത്ത് അങ്ങനെ യൂസ് ചെയ്തിട്ട് പോരാതെ കൂടെ എൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലീസ്. ഇതൊക്കെ എവിടെ നടക്കും? ഇവിടെ നടക്കും. ഇവിടെ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നോട്ടിലേക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെല്ലാം അത് വായിച്ചു നോക്കി അപ്ഡേഷൻ വേണ്ടിയെടുത്ത് എല്ലാം അപ്ഡേഷൻ വരുത്തും. ഇതിനോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും അല്ലാത്തവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം. അതുവരെ ബൈ.